JDBC ഡ്രൈവർ. JDBC ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ജാവ ആപ്ലിക്കേഷനെ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണൻ്റാണ് JDBC ഡ്രൈവർ. 4 ടൈപ്പ് JDBC ഡ്രൈവർ ആണുള്ളത്. ഫസ്റ്റ് വൺ JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവർ, സെക്കൻഡ് വൺ നേറ്റീവ് API ഡ്രൈവർ, തേർഡ് വൺ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഡ്രൈവർ, ഫോർത്ത് വൺ തിൻ ഡ്രൈവർ. JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവർ. JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവറിൽ ഒരു ODBC ഡ്രൈവർ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവർ നമ്മൾ JDBC മെത്തേഡ് കോൾസിനെ ODBC ഫങ്ഷൻ കോളായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ജാവ 8 JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവറിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈസി ടു യൂസ് ആൻഡ് ക്യാൻ ഈസിലി കണക്റ്റഡ് ടു ഡാറ്റാബേസായിട്ട് ഈസിലി ആയിട്ട് കണക്ട് ചെയ്യാം. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ലോ ആയിരിക്കും. ബിക്കോസ് നമ്മൾ JDBC മെത്തേഡ് കോൾസിനെ ODBC ഫങ്ഷൻ കോളായിട്ട് കൺവേർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് ഡിഗ്രേഡഡ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് മെഷീനിലും ODBC ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ നേറ്റീവ് API ഡ്രൈവർ. നേറ്റീവ് API ഡ്രൈവർ എന്ന് പറയുന്നത് ഡാറ്റാബേസിൻ്റെ ക്ലയൻറ്റ് സൈഡ് ലൈബ്രറീസിനെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് JDBC മെത്തേഡ് കോൾസിനെ നേറ്റീവ് കോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രിഡ്ജിൽ പറയുന്നത് JDBC മെത്തേഡ് കോൾസിനെ ODBC ഫങ്ഷൻ കോളായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇവിടെ JDBC മെത്തേഡ് കോൾസിനെ നേറ്റീവ് കോൾസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി റിട്ടേൺ ഇൻ ജാവ. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവറിനേക്കാളും പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേറ്റീവ് ഡ്രൈവർ നമ്മുടെ ക്ലയൻറ്റ് മെഷീനിലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഡ്രൈവറിൽ നമ്മളൊരു മിഡിൽ വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മിഡിൽ വെയർ JDBC കോൾസിനെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് വെൻഡർ സ്പെസിഫിക് ഡാറ്റാബേസ് പ്രോട്ടോകോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ഈസ് ഫുള്ളി റിട്ടൺ ഇൻ ജാവ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്ലയൻറ്റ് സൈഡ് ലൈബ്രറീനെ ആവശ്യമില്ല. ബിക്കോസ് ഇത് ആപ്ലിക്കേഷൻ സെർവറിൻ്റെ ഇതിലാണ് പെർഫോം ചെയ്യുന്നത്. ഡിസ്അഡ്വാൻറ്റേജ് നെറ്റ്വർക്ക് സപ്പോർട്ട് ക്ലയൻറ്റ് മെഷീനിൽ ആവശ്യമാണ്. റിക്വയർസ് ഡാറ്റ സ്പെസിഫിക് കോഡിംഗ് ടു ബി ഡൺ ഇൻ ദ മിഡിൽ ടയർ. Maintenance of network protocol driver becomes costly because it requires database specific coding to be done in the middle tier. അതായത് ഇതിൽ കോസ്റ്റ് കൂടുതലാണ്. അതേപോലെ നെറ്റ്വർക്ക് സപ്പോർട്ടും ക്ലയൻറ്റ് മെഷീനിൽ ആവശ്യമാണ്. ഫോർത്ത് വൺ തിൻ ഡ്രൈവർ JDBC കോൾസിനെ ഡയറക്റ്റ് ആയിട്ട് വെൻഡർ സ്പെസിഫിക് ഡാറ്റാബേസ് പ്രോട്ടോകോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ തിൻ ഡ്രൈവർ എന്ന് പറയുന്നത്. ഇത് ജാവ ലാംഗ്വേജിലാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഫുള്ളി റിട്ടേൺ ഇൻ ജാവ ലാംഗ്വേജ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ പെർഫോമൻസ് ദാൻ ഓൾ അതർ ഡ്രൈവേഴ്സ്. നോ സോഫ്റ്റ്വെയർ ഈസ് റിക്വയർഡ് അറ്റ് ക്ലയൻറ്റ് സൈഡ് ഓർ സെർവർ സൈഡ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഡാറ്റാബേസ്. ഇത് ബാക്കി എല്ലാ ഡ്രൈവേഴ്സിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ചൊരു സോഫ്റ്റ്വെയർ ക്ലയൻറ്റ് സൈഡിലോ അല്ലെങ്കിൽ സെർവർ സൈഡിലോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്രൈവർ എപ്പോഴും ഡാറ്റാബേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.